അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെ എളുപ്പത്തിൽ നാടൻ പാസ്ത ഉണ്ടാക്കാമെന്നാണ് കേട്ടോ നോക്കണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ട് ഒരു 400 ഗ്രാം ഉണ്ട് പാസ്ത പല ഷേപ്പിലും വലിപ്പത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനത്തെ പാസ്ത ആയിട്ട് എടുത്തേക്കണേ. അത് കുക്കറിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ച് ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത് ഇറക്കി വയ്ക്കണം. അതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പകുതിയിലേറെ വലിപ്പമുള്ള ഒരു ബട്ടർ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മെൽറ്റാകുമ്പോൾ ഒരു ചെറിയ 2 സവാളയും പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ 400 ഗ്രാമോളം ഉണ്ടല്ലോ പാസ്ത. അപ്പോൾ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ എരിവുള്ളത് കുട്ടികൾക്ക് തിന്നാനുള്ളതായതുകൊണ്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണൊന്നുമില്ല എന്നാലും മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല കേട്ടോ അതൊരു 1 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നന്നായിട്ട് ആ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല തിളച്ച 2 സ്പൂൺ വെള്ളം, അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും പാസ്ത ഇടുമ്പോഴേ. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചിക്കൻ ക്യൂബ്സാണ്, മാഗി ക്യൂബ്സ്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എന്നാലും ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബട്ടറും ഈ ചിക്കൻ ക്യൂബ്സൊക്കെയാണ് പാസ്തയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പാസ്തയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എന്നാലും ഈ മസാലയ്ക്ക് ഉപ്പില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഒട്ടണമൊന്നുമില്ല കേട്ടോ. കുക്കറിലാണ് വേവിച്ചതെങ്കിലും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച പാസ്ത അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലായിടത്തും പിടിക്കണേ. കാരണം ഇത് മൈദ കൊണ്ടാണ് ഈ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന കറിവേപ്പില കേട്ടോ, എന്നാലും ഒരു കേടുണ്ടാവില്ല. നല്ല കറുമുറാതിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കറിവേപ്പില വെച്ചാൽ അത് പെട്ടെന്ന് വാടിപ്പോവും. അതിന് ശേഷം നമ്മൾ ഈ പാസ്തയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ചീനച്ചട്ടിയിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 3 മുട്ട എടുത്തിട്ട് എന്ത് ചെയ്യാം, ചിക്കി എടുക്കുക എന്നാണ് പറയണത്. ചിക്കി എടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ചിക്കി 3 മുട്ടയും ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട്, അതല്ലാതെ മുട്ടയിലേക്ക് ഉപ്പ് പിടിക്കില്ലല്ലോ, ഉപ്പും മുളകും പിടിക്കില്ല, അതുകൊണ്ടാട്ടോ. അതിലേക്ക് കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ മതി, അതും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ചിക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ പാസ്ത ഉണ്ടല്ലോ, പാസ്തയുടെ എല്ലാ പണിയും കഴിഞ്ഞതാണ്. ഇനി അതിലേക്ക് ഈ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുകയും വേണം. മുട്ടയുടെ ഈ പാസ്തയുടെ മസാല മുട്ടയിലേക്ക് പിടിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പതിവ് പോലെ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അപ്പുറത്തേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഫുഡ് എന്നും ഇല്ല കേട്ടോ. മിക്ക ദിവസവും അല്ലാത്ത ചായക്ക് കടികളൊക്കെ തന്നെയാണ് ഇത്. ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ പിടിക്കണമെന്നുള്ളൂ, അതല്ലാതെ എപ്പോഴും ഇതുപോലത്തെ ഫുഡല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത സോസും പിന്നെ ചൂട് ചായ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏതായാലും കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമായി, മാത്രമല്ല എനിക്കും നല്ല ഇഷ്ടമായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ
നല്ല ഇഷ്ടമായി എനിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് ആ മാഗി ക്യൂബ്സൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും